സമർപ്പണം. കൊഴിഞ്ഞു പോയതിൽ വിലപിക്കുന്നതെന്തിന്? അടരുന്നതിനും വീഴുന്നതിനുമിടയിലുള്ള ഞൊടിനേരം കൊണ്ട് ഒരു പറവയുടെ ജീവിതം അതിജീവിക്കുന്നു. ഇന്നോണമുള്ള പഠനയാത്രകളിൽ ഞങ്ങളെ അനുഗമിച്ച ചുരുങ്ങിയ കാലയളവ് കൊണ്ട് തന്നെ മനസ്സിൽ കയ്യൊപ്പ് ചാർത്തിയ പ്രിയ ധന്യമോൾക്ക് സ്മരണാഞ്ജലികൾ. അകലങ്ങളെ പഴിക്കരുത്, ദൂരമേയുള്ളൂ നമുക്കിടയിൽ, വിള്ളലുകളില്ല എന്നോർക്കുക. ജീവിതം എന്ന ഹ്രസ്വ പ്രയാണത്തിലൂടെ വരച്ചിട്ട് മായാത്ത ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം. അപ്രതീക്ഷിതമായി വന്നു ചേർന്ന എന്റെ ധന്യമോളുടെ ഈ വിരാമത്തിൽ ധ്വനി 2021 നറുപുഷ്പങ്ങളായി തീരട്ടെ. ശക്തമായ വാക്കുകൾ കൊണ്ട് നമ്മുടെ ചിന്തകൾക്കും അപ്പുറം ഒരു വ്യക്തിയുടെ മനസ്സിനെ സ്വാധീനിക്കാൻ ഉള്ള കഴിവുണ്ട്. നിങ്ങൾ ചിന്തിക്കുന്നതെല്ലാം തന്നെ പറയേണ്ടതാവണം എന്നില്ല, പക്ഷെ പറയുന്നതെല്ലാം ചിന്തിച്ചുകൊണ്ടാവണം. ഉയർച്ച ശബ്ദത്തിൽ വാക്കുകളോട് സംവദിക്കാൻ നിങ്ങൾക്കും ഒരവസരം നിങ്ങൾക്കായി ഒരുക്കുന്നു ധ്വനി 2021. മനസ്സിലെ ആശയങ്ങൾ മറ്റുള്ളവരുമായി പങ്കിടുവാൻ ഒരു വേദി. വാക്കുകൾക്ക് ശബ്ദം നഷ്ടപ്പെടുമ്പോൾ നിശബ്ദതയുടെ ഗർജനങ്ങൾ ഇന്നലകളിലൂടെ പാറയിടുക്കുകളിൽ തട്ടി പ്രതിധ്വനിക്കും. ചിന്തകളുടെ ശബ്ദം പൈശാചികമായും മൂർച്ചയും ആഴവുമേറും. നിങ്ങളുടെ ശബ്ദങ്ങളും പുതുമ നിറഞ്ഞതാവട്ടെ. കാരുണ്യദീപകം അരുണോദയം പോൽ വിളങ്ങിയിടണേ. കരുണാമയാ നിൻ കാരുണ്യദീപകം അരുണോദയം പോൽ വിളങ്ങിയിടണേ. വിശ്വം സൃഷ്ടിച്ച വിശ്വേശ്വര പ്രഭു വിഘ്നം വിനാ അരുളേകണേ. ഭാസുരമാനസം ഈശ്വരക്ഷേത്രം കനിവേറും നിൻ കൃപദയാ പൂരിതം. ഭാസുരമാനസം ഈശ്വരക്ഷേത്രം കനിവേറും നിൻ കൃപദയാ പൂരിതം. വിജ്ഞാനാമൃതം വാത്സല്യമായി തന്ന വിശ്വപ്രവാഹത്തെ കൈതൊഴുന്നു. വിജ്ഞാനാമൃതം വാത്സല്യമായി തന്ന വിശ്വപ്രവാഹത്തെ കൈതൊഴുന്നു. വിശ്വം സൃഷ്ടിച്ച വിശ്വേശ്വര പ്രഭു വിഘ്നം വിനാ അരുളേകണേ. കരുണാമയാ നിൻ കാരുണ്യദീപക അരുണോദയം പോൽ വിളങ്ങിയിടണേ. അരുണോദയം പോൽ വിളങ്ങിയിടണേ. Welcome, AEON Study Circle, Manasri Mission, PACE MESCO, Civil Service Films Means Indian History, Modern India. Formation of Muslim League. Formation of Muslim League. Formation of Muslim League. The partition of Bengal created a communal divide. On December 13, 1906, Muslim League was formed under the leadership of Angha Khan, the Nawab of Dhaka and Nawab of Musil-ul-Mulk, to the nation to safeguard the right of Indian Muslims. Initially, it got great support from the British, but when it adopted
the notion of self-rule, they get distinction from them. The Amritsar session of the League held in 1908 under the presidency of the Sir Said Ali Imam, demanding a separate electorate for the Muslim. This was considered to them by his Morley Minto reform 1909. Maulana Muhammad Ali started on English journal Kamrade and on Urdu paper Hamdans to propagate his anti-League views. He also started Al-Hilal, which served as a mouthpiece of his nationalistic view. അപ്പം മുസ്ലിം ലീഗ് ഫോം ചെയ്യുന്നത് ബംഗാൾ പാർട്ടീഷൻ കഴിഞ്ഞ തൊട്ട് പിന്നാലെയാണ് മുസ്ലിം ലീഗ് ഫോം ചെയ്യുന്നത്. ഡിസംബർ 13, 1906 1906 മുസ്ലിം ലീഗ് ഫോം ചെയ്യുന്നത്. ഇത് ഫോം ചെയ്യാൻ വേണ്ടിയുള്ള ലീഡർഷിപ്പ് എടുത്തത് അങ്ഖ ഖാൻ, നവാബ് ധാക്ക ആൻഡ് നവാബ് മുസിൽ ഉൽ മുക്ക്, ഈ രണ്ട് പേരാണ് മുസ്ലിം ലീഗ് ഫോം ചെയ്യാൻ വേണ്ടി നേതൃത്വം കൊടുത്തത്. ഇതിന്റെ പരമായിട്ട് പാകിസ്ഥാനിലോട്ട് അല്ലെങ്കിൽ മുസ്ലിം ലീഗ് ഉണ്ടായപ്പോൾ ഇന്ത്യൻ മുസ്ലിംസിന്റെ റൈറ്റ് അത് എല്ലാ തരത്തിലും ഇമ്പോർട്ടൻസ് കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഈ രണ്ട് ലീഡേഴ്സ് നോക്കിയത്. അതുപോലെ തന്നെ അമൃത്സറിലെ സെഷനിൽ ആണ് ഇതിന്റെ ഒരു പ്രസിഡന്റ്ഷിപ്പ്. അപ്പൊ ആദ്യത്തെ പ്രസിഡന്റ്ഷിപ്പായിട്ട് സർ സയ്യിദ് അലി ഇമാം ആയിരുന്നു മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ്ഷിപ്പ് ഏറ്റെടുത്തത്. അതുപോലെ തന്നെ ആ സമയത്ത് പറഞ്ഞിരുന്നത് മോർലി മിന്റോ റീഫോമിൽ 1909 മോർലി മിന്റോ റീഫോമിൽ സെപ്പറേറ്റ് ഇലക്ടറേറ്റ് വേണമെന്ന് മുസ്ലിം ലീഗ് ആ ഒരു റീഫോമിൽ പറയുകയുണ്ടായി. അങ്ങനെയാണ് 1906 ഡിസംബർ 30 മുസ്ലിം ലീഗ് ഫോം ചെയ്യുന്നത്. ബംഗാൾ വിഭജനം നടന്നു കഴിഞ്ഞിട്ടാണ് ഇന്ത്യൻ മുസ്ലിങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്ന ധാരണയിൽ 1906 ഡിസംബർ 30 ആങ്ഖ ഖാൻ താക്കീരെ നവാബ് മുസിൽ ഉൽ മുക്ക് എന്നിവരുടെ നേതൃത്വത്തിൽ മുസ്ലിം ലീഗ് രൂപീകരിച്ചത്. തുടക്കത്തിൽ ഇതിന് ബ്രിട്ടീഷുകാരിൽ നിന്ന് വലിയ പിന്തുണ ലഭിച്ചിട്ടുണ്ടെങ്കിലും അത് സ്വയംഭരണം എന്ന ആശയം സ്വീകരിച്ചപ്പോൾ അവരിൽ നിന്ന് അനാഥത്വം ലഭിക്കുന്നു. മുസ്ലിങ്ങൾക്ക് പ്രത്യേക വോട്ടർമാരെ ആവശ്യപ്പെട്ട് 1908 സർ സയ്യിദ് അലി ഇമാമിന്റെ അധ്യക്ഷതയിൽ നടന്ന ലീഗിന്റെ അമൃത്സർ സെഷൻ 1909 അദ്ദേഹത്തിന്റെ മോർലി മിന്റോ പരിഷ്കാരം അംഗീകരിച്ചു. മൗലാന മുഹമ്മദ് അലി ആണ് ഇംഗ്ലീഷ് ജേണൽ സഖാവ് ആരംഭിച്ചു. അദ്ദേഹത്തിന്റെ ലീഗ് വിരുദ്ധ കാഴ്ചപ്പാടുകൾ പ്രചരിപ്പിക്കുന്നതിനായി ഒരു ഉറുദു പേപ്പറും ഹംദാർഡ് തന്റെ ദേശീയവാദ വീക്ഷണങ്ങളുടെ മുഖപത്രമായി വളർത്തി. അൽ ഹലൂൽ അദ്ദേഹം ആരംഭിച്ചു. Factor promoting the Muslim League. British plan dividing rule Indian on communal line and adhered separate attitude in Indian politics. For example, separate electorate, played caste politics between non-Brahmins and Brahmins. Lack of education. Muslims were isolated from Western and technical education. Law sovereignty by Muslims. 1857 revolt makes British to think that Muslims are dangerous for their colonial policy, as they were established their rule after dethroning the Mughal rule. Expression of religious scholar. Most of the historians and radical nationalists glorified India's on side of our composite culture. They
praised were based because Shivaji, Rana Pratap, etc. were parasites, but they remained silent on Akbar, Sher Shah Suri, Alauddin Khilji, Tipu Sultan, etc. Economic backwardness of India, lack of industrialization caused acute unemployment, and the British attitude towards cottage industry was pathetic. അപ്പം ഈ മുസ്ലിം ലീഗ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് കാരണം, ഒന്ന് ബ്രിട്ടീഷ് പ്ലാൻ, ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ, ലോസ് ഓഫ് സോവറിറ്റി ബൈ മുസ്ലിംസ്, എക്സ്പ്രഷൻ ഓഫ് റിലീജിയസ് കളർ, അതുപോലെ തന്നെ എക്കണോമിക് ബാക്ക്വേർഡ്നെസ്. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനപ്പെട്ടും അല്ലെങ്കിൽ മുസ്ലിം ലീഗ് പ്രൊമോട്ട് ചെയ്ത് അല്ലെങ്കിൽ ഇതിനൊരു പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി ഉള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പം എഡ്യൂക്കേഷൻ കൂടുതലായിട്ട് കൊണ്ടുവരിക, അതുപോലെ തന്നെ ബ്രിട്ടീഷ് പ്ലാനിൽ ഡിവൈഡിങ് റൂളിൽ അതിൽ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുക, റിലീജിയസുമായിട്ട് ബന്ധപ്പെട്ട് കൊടുക്കുക, അതുപോലെ തന്നെ എക്കണോമിക് ബാക്ക്വേർഡ്നെസ്, ഇങ്ങനെയുള്ള ഈ കാര്യങ്ങളെല്ലാം കൂടെ വെച്ചിട്ടാണ് മുസ്ലിം ലീഗിന്റെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി വന്നത്. ബ്രിട്ടീഷ് പദ്ധതി ഇന്ത്യയെ സാമുദായിക തലത്തിൽ വിഭജിക്കുകയും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വിഘടനവാദ മനോഭാവം പാലിക്കുകയും ചെയ്തു. ഉദാഹരണത്തിന് പ്രത്യേക വോട്ടർമാർ ബ്രാഹ്മണരും തമ്മിലുള്ള ജാതി രാഷ്ട്രീയം വിളിച്ചു. വിദ്യാഭ്യാസത്തിന്റെ അഭാവം, പാശ്ചാത്യ സാങ്കേതിക വിദ്യാഭ്യാസങ്ങളിൽ നിന്ന് മുസ്ലിങ്ങളെ ഒറ്റപ്പെടുത്തി. മുസ്ലിങ്ങളുടെ നഷ്ട പരമാധികാരം, 1957 കലാപം തങ്ങളുടെ കോളനിയിൽ നയിച്ചതിന് മുസ്ലിം അപകടകാരികളാണെന്ന് ബ്രിട്ടീഷുകാരെ ചിന്തിപ്പിക്കുന്ന മുഗൾ ഭരണം തകർത്തതിനു ശേഷം അവർ തങ്ങളുടെ ഭരണം സ്ഥാപിച്ചതിനാൽ മതപരമായ നിറത്തിന്റെ ആവിഷ്കാരം. മിക്ക ചിത്രകാരന്മാരും തീവ്ര ദേശീയവാദികളും ഇന്ത്യയുടെ സംയോജിത സംസ്കാരത്തിന്റെ ഒരു വശത്തെ മഹത്വപ്പെടുത്തി. ശിവജി, റാണ പ്രതാപ് തുടങ്ങിയവർ പരീക്ഷണത്തിൽ അക്ബർ, ഷേർഷാ സൂരി, അലാവുദ്ദീൻ ഖിൽജി, ടിപ്പു സുൽത്താൻ തുടങ്ങിയവരെ കുറിച്ച് അവർ മൗനം പാലിച്ചു. ഇന്ത്യയുടെ സാമ്പത്തിക പിന്നോക്കാവസ്ഥ കാരണമാവുകയും കുടിൽ വ്യവസായത്തോടുള്ള ബ്രിട്ടീഷ് മനോഭാവം ദയാനീയവുമായിരുന്നു. Objective of the formation of League: to promote loyalty of Indian Muslim towards the British government, to protect the political and other rights of the Indian Muslim, and to place their needs and aspiration before the government, to overcome all the feelings of hostility among Muslim towards other community. പ്രധാനമായിട്ടും ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ടു പ്രൊമോട്ട് ലോയൽറ്റി, ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കീഴിൽ ലോയൽറ്റി പ്രൊമോട്ട് ചെയ്യുക, അതുപോലെ പൊളിറ്റിക്കൽ അല്ലെങ്കിൽ മറ്റൊരു പ്രൊട്ടക്റ്റ് വരിക, അതുപോലെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങൾക്കും മുസ്ലിംസിന് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് ആണ്. അതാണ് പ്രധാനപ്പെട്ടതായിട്ട് ഈ മുസ്ലിം ലീഗ് ഫോർമേഷന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ്. ബ്രിട്ടീഷ് സർക്കാരിനോട് ഇന്ത്യൻ മുസ്ലിങ്ങളുടെ വിശ്വസ്തത വളർത്തുന്നതിന്, ഇന്ത്യൻ മുസ്ലിങ്ങളുടെ രാഷ്ട്രീയവും മറ്റ് അവകാശങ്ങളും സംരക്ഷിക്കുന്നതിനും അവരുടെ ആവശ്യങ്ങളും അഭിലാഷങ്ങളും സർക്കാരിന് മുന്നിൽ വയ്ക്കുക, മറ്റ് സമുദായത്തോടുള്ള മുസ്ലിങ്ങൾക്കിടയിലുള്ള വിരോധം മറികടക്കൽ. നെക്സ്റ്റ് ടോപ്പിക് ഈസ് ആന്റി-റൗലറ്റ് സത്യാഗ്രഹം. ആന്റി-റൗലറ്റ് സത്യാഗ്രഹം. ആന്റി-റൗലറ്റ് സത്യാഗ്രഹം. Anti-Rowlatt Satyagraha. Mohandas Karamchand Gandhi started campaign against Rowlatt Bill and set up Satyagraha Sabha 24 February 1919 at Bombay. During this agitation, M.K. Gandhi given famous quote, it is my firm belief that we shall obtain salvation only through
suffering and not by reform dropping on off. From the English they use brute, we solve force. After the incident of the Jallianwala Bagh massacre on 13th April 1919, the anti-Rowlatt Satyagraha lost momentum. The movement was against the exclusion of freedom of the press and detention without trial. അപ്പം റൗലറ്റ് ആക്ടിന് എതിരായിട്ട് മഹാത്മാഗാന്ധി അല്ലെങ്കിൽ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി സ്റ്റാർട്ട് ചെയ്ത ഒരു ഇതാണ് റൗലറ്റ് സത്യാഗ്രഹ. സത്യാഗ്രഹ സഭ 24 ഫെബ്രുവരി 1919 ബോംബെയിലാണ് നടക്കുന്നത്. ഈ സമയത്ത് അദ്ദേഹം പറഞ്ഞ ഫേമസ് ആയിട്ടൊരു കോട്ടാണ്, ഇറ്റ് ഈസ് മൈ ഫേം ബിലീവ് that we shall obtain salvation only through suffering and not by reform dropping on us from the English they use brute we solve force. ഈ ഒരു കാര്യം അദ്ദേഹം പറയുകയുണ്ടായി. അതുപോലെ തന്നെ 1919 ഏപ്രിൽ 13 ജാലിയൻവാലാ ബാഗ് കൂട്ടക്കൊല നടക്കുന്നത്. എന്നിട്ട് അത് കഴിഞ്ഞപ്പോഴും ഈ ആന്റി റൗലറ്റ് ആക്ടിന്റെ സത്യാഗ്രഹ അതിനും ആ സമയത്തും ഉണ്ടായിരുന്നു. കാരണം ഇംഗ്ലീഷുകാരുടെ ഈ നിഷ്ഠൂരമായ ക്രൂരകത്തിനെതിരെ ഒരുപാട് സത്യാഗ്രഹങ്ങൾ ആ സമയത്ത് നടന്നു. അപ്പം റൗലറ്റ് ബില്ലിന്റെ അല്ലെങ്കിൽ ആ ആക്ടിന് എതിരെയാണ് റൗലറ്റ് ആന്റി ക്യാമ്പയിൻ അല്ലെങ്കിൽ സത്യാഗ്രഹ നടക്കുന്നത്. അത് നടക്കുന്നത് ഫെബ്രുവരി 24, 1919. 1919 ഫെബ്രുവരി 24 സത്യാഗ്രഹ സഭ സ്ഥാപിക്കുകയും ചെയ്തു. ഈ പ്രക്ഷോഭത്തിനിടെ MK ഗാന്ധി, മോഹൻദാസ് കരംചന്ദ് ഗാന്ധി പ്രസിദ്ധമായ ഒരു ഉദ്ധരണി നൽകി. കഷ്ടതയിലൂടെ മാത്രമേ നമുക്ക് രക്ഷ ലഭിക്കുകയുള്ളൂവെന്ന് ഉറച്ച വിശ്വാസമാണ് അവർ ക്രൂരമായി ഉപയോഗിച്ച ഇംഗ്ലീഷിൽ നിന്ന് പരിഷ്കാരങ്ങളിലൂടെ അല്ല, ഞങ്ങൾ ആത്മശക്തിയാണ്. 1919 ഏപ്രിൽ 13 ജാലിയൻവാലാ ബാഗ് കൂട്ടക്കൊലയുടെ സംഭവത്തിന് ശേഷം റൗലറ്റ് വിരുദ്ധ സത്യാഗ്രഹ ആക്കം കുറഞ്ഞു. വിചാരണ കൂടാതെ മാധ്യമ സ്വാതന്ത്ര്യത്തിനെയും തടങ്കലിലാക്കി ചെയ്തു. The Rowlatt Act empowers the British regarding the suspension of the right of habeas corpus. This makes national leader furious and started agitation against the tyranny of minority ruling. The country witnessed a remarkable political awakening in India during March and April 1990. There were hartal, strike, procession and demonstration. In Amritsar, the local leaders Kichlu and Satyapal were deported 9th April. The arrest of the local leaders led to attack on the symbol of British authority. On 11th April, martial law was claimed with General Dayar in command. അപ്പം റൗലറ്റ് ആക്ടിന്റെ ഒരു പിൻബലത്തോടു കൂടി അത് ഹേബിയസ് കോർപ്പസിന് സസ്പെൻഷൻ ചെയ്യാൻ പറ്റില്ലെന്നും അതിനോട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നും വിചാരിച്ച് ബ്രിട്ടീഷുകാർ കൂടുതലായിട്ടും അധികാരങ്ങൾ ഏർപ്പെടുത്തി. അതുപോലെ തന്നെ ഈ ഇതിന്റെയൊക്കെ ഒരു പരമായിട്ടാണ് റൗലറ്റ് ആക്ടിന് എതിരായിട്ട് ഇന്ത്യയിലെ ജനങ്ങളും മഹാത്മാഗാന്ധി നേതൃത്വം കൊടുത്ത ഒരുപാട് സത്യാഗ്രഹങ്ങളും സ്ട്രൈക്കുകളും ഹർത്താലുകളും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ അമൃത്സറിൽ നിന്ന് നടന്നു. ഈ അമൃത്സറിലാണ് നമ്മുടെ സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. അങ്ങനെ മാർഷൽ ലോ 11 ഏപ്രിൽ 1919 ബ്രിട്ടീഷുകാര് കൊണ്ടുവന്ന് ജനറൽ ഡയറാൻ കമാൻഡ് ചെയ്തു. ഹേബിയസ് കോർപ്പസിന്റെ അവകാശം താൽക്കാലികമായി നിർത്തിവെച്ചതുമായി ബന്ധപ്പെട്ട്
റവലറ്റ് ആക്ട് ബ്രിട്ടീഷുകാരെ അധികാരപ്പെടുത്തുന്നു. ഇത് ദേശീയ നേതാവിനെ പ്രകോപിപ്പിക്കുകയും ന്യൂനപക്ഷ ഭരണത്തിന്റെ സ്വേച്ഛാധിപത്യത്തിനെതിരെ പ്രക്ഷോഭം ആരംഭിക്കുകയും ചെയ്തു. 1919 മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ രാജ്യം ഇന്ത്യയിൽ ശ്രദ്ധേയമായ ഒരു രാഷ്ട്രീയ ഉണർവിന് സാക്ഷ്യം വഹിച്ചു. ഹർത്താലുകളും പണമിടപാടുകളും ഘോഷയാത്രകളും പ്രകടനങ്ങളും ഉണ്ടായിരുന്നു. അമൃത്സറിൽ പ്രാദേശിക നേതാക്കളായ കിച്ലുവിനെയും സത്യപാലിനെയും നാടുകടത്തി. ഏപ്രിൽ 9 പ്രാദേശിക നേതാക്കളുടെ അറസ്റ്റ് ബ്രിട്ടീഷ് അതോറിറ്റിയുടെ ചിഹ്നങ്ങൾക്ക് നേരെയുള്ള ആക്രമണത്തിന് കാരണമായി. ഏപ്രിൽ 11 സൈനിക നിയമം ജനറൽ ഡയേഴ്സുമായി ബന്ധപ്പെടുത്തി. On 13th April, a peaceful unarmed crowd massed visitors from nearly village to attend Baisakhi celebration, which had collected in the enclosed ground Jallianwala Bagh. To attend a public meeting, employees of the band was brutally massacred without bearing. The Jallianwala Bagh massacre shocked the entire nation with horror and fired patriotic might with aggressive determination for vengeance. Gandhi, overwhelmed by the total atmosphere of violence, withdrew the movement of 18th April after confronting the Himalayan blunder. അപ്പം 1919 ഏപ്രിൽ 13 ജാലിയൻവാല ബാഗ്. അത് ഇങ്ങനെ ഒരു സത്യാഗ്രഹത്തിന്റെ ഭാഗമായിട്ട് ജാലിയൻവാല ബാഗ് എന്ന എൻക്ലോസ് ചെയ്ത ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ അടച്ചിട്ട ഒരു ഗ്രൗണ്ടിലാണ് ഈ പ്രോഗ്രാം അല്ലെങ്കിൽ ഈ ഒരു മീറ്റിംഗ് നടക്കുന്നത്. അതിലോട്ടാണ് നമ്മുടെ ആ സമയത്തുണ്ടായിരുന്ന ജനറൽ കമാൻഡ് വന്ന് എല്ലാവരെയും അവിടെ വെച്ച് വെടിവെച്ചിടുകയും തൽഫലമായി ഏപ്രിൽ 18 കൊണ്ട് കൂടുതലായിട്ടുള്ള ഒരു പ്രകടനത്തിലൂടെ ഇന്ത്യ പോവുകയാണ് ഉണ്ടായത്. ഏപ്രിൽ 13 സമാധാനപരവും നിരായുധവുമായ ഒരു ജനക്കൂട്ടം കൂടുതലും അടുത്തുള്ള ഗ്രാമങ്ങളിൽ നിന്നുള്ള സന്ദർശകരും ബൈസാഖി ആഘോഷങ്ങൾക്ക് പങ്കെടുത്തത് ഒരു പൊതുയോഗത്തിൽ പങ്കെടുക്കുന്നതിനായി അടച്ചിട്ട മൈതാനത്ത് ജാലിയൻവാല ബാഗ് ഒത്തുകൂടിയത്. ജാലിയൻവാല കൂട്ടക്കൊല രാജ്യമാകെ ഞെട്ടിച്ചു. പ്രതികാരത്തിനായുള്ള ആക്രമണാസക്ത നിശ്ചയത്തോടെ ദേശീയ സ്നേഹികളുടെ മനസ്സിന് വെടിവെച്ചു. അദ്ദേഹത്തിന്റെ ആക്രമണത്തിന്റെ ആകെ അന്തരീക്ഷത്തിൽ കവിഞ്ഞ ഗാന്ധി ഏപ്രിൽ 18 ഒരു ഹിമാലയൻ മണ്ടത്തരം എന്ന് പറഞ്ഞ പ്രസ്ഥാനം പിൻവലിച്ചു. Conclusion. After the Jallianwala massacre on April 13, 1919, the anti-revolt satyagraha lost momentum. Moreover, the violence in Punjab, Gujarat and Bengal deeply hurt Gandhi. Hence, Mohandas Karamchand Gandhi called off the movement. അങ്ങനെ ജാലിയൻവാല ഏപ്രിൽ 13 1919 ആന്റി റവലറ്റ് സത്യാഗ്രഹ ലോസ്റ്റ് ദ മൊമെന്റം. അങ്ങനെ പഞ്ചാബ്, ഗുജറാത്ത്, ബംഗാൾ എന്നീ പ്രദേശങ്ങളിൽ കൂടുതലായിട്ടും മൂവ്മെന്റുകൾ പൊട്ടി പുറപ്പെട്ടു. ഉപസംഹാരം. 1919 ഏപ്രിൽ 13 ജാലിയൻവാല ബാഗ് കൂട്ടക്കൊലയ്ക്ക് ശേഷം റവലറ്റ് വിരുദ്ധ സ്ഥിതിഗതിക്ക് ആക്കം കുറഞ്ഞു. മാത്രമല്ല പഞ്ചാബ്, ഗുജറാത്ത്, ബംഗാൾ എന്നിവിടങ്ങളിൽ ആക്രമണങ്ങൾ ഗാന്ധിയെ വല്ലാതെ വേദനിപ്പിച്ചു. അതിനാൽ MK ഗാന്ധി പ്രസ്ഥാനം അവസാനിപ്പിച്ചു. Next, Swadeshi movement and its impact on India. Swadeshi movement and its impact on India. Swadeshi movement was started against partition and got formal proclamation on the movement was August 7, 1905 at a meeting held at Calcutta Town Hall. It was suggested by Krishnan Kumar Mitra's journal Sanjeevani in AD 1905. In this movement, Swadeshi leaders appealed to Indian for boycotting of government service, cut school and colleges and of foreign goods, promotion of Swadeshi goods,
proclamation of national education through the establishment of national school and colleges. Hence, it was not only political but economic movement as well. അങ്ങനെ സ്വദേശി മൂവ്മെന്റിന്റെ തുടക്കം പാർട്ടീഷൻ ബംഗാള് അതുപോലെ തന്നെ ഉള്ള കാര്യങ്ങൾ വെച്ച് തുടങ്ങുമ്പോഴാണ് സ്വദേശി മൂവ്മെന്റിന്റെ ആരംഭം. August 7, 1905 ഈ മൂവ്മെന്റ് ഒരു തുടക്കം കുറിക്കുന്നത്. കൽക്കട്ടയിൽ നിന്നാണ് തുടക്കം കുറിക്കുന്നത്. അങ്ങനെ കൃഷ്ണകുമാർ മിത്ര സഞ്ജീവനി എന്ന് പറയുന്ന ജേർണലിൽ 1905 തന്നെ ഈ സമയത്ത് ഉണ്ടായിരുന്നു. അത് സ്വദേശി മൂവ്മെന്റിന്റെ ഒരു എന്താ പറയുക, എല്ലാവർക്കും ഒരു അറിയിപ്പ് കിട്ടാൻ വേണ്ടി, ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയാണ് സഞ്ജീവനി എന്ന ജേർണലിൽ കൃഷ്ണകുമാർ മിത്ര സ്ഥാപിച്ചത്. അങ്ങനെ ഒരുപാട് എഡ്യൂക്കേഷൻ പരമായിട്ടും അല്ലെങ്കിൽ ഗുഡ്സ് പരമായിട്ടും ഫോറിൻ ഗുഡ്സ്, അങ്ങനെ ഫോറിൻ ഗുഡ്സിന് ഇല്ലാതെ വേണ്ടെന്നും അതുപോലെ കോട്ട സ്കൂള് എന്നിവ വേണ്ടെന്നും ഇന്ത്യൻ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കൊടുത്ത് എല്ലാ സ്കൂളുകളും കൊണ്ടുവരാൻ വേണ്ടിയാണ് സ്വദേശി മൂവ്മെന്റിന്റെ ഒരു ആരംഭം. വിഭജനത്തിനെതിരെ സ്വദേശി പ്രസ്ഥാനം ആരംഭിക്കുകയും 1905 ഓഗസ്റ്റ് 7 കൊൽക്കത്ത ടൗൺ ഹാളിൽ നടന്ന യോഗത്തിൽ പ്രസ്ഥാനത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ലഭിക്കുകയും ചെയ്തു. 1905 കൃഷ്ണകുമാർ മിത്രയുടെ ജേർണൽ സഞ്ജീവനി ഇത് നിർദ്ദേശിച്ചു. ഈ പ്രസ്ഥാനത്തെ സർക്കാർ സേവനം, കോടതികൾ, സ്കൂൾ, കോളേജ്, വിദേശ വസ്തുക്കൾ എന്നിവ ബഹിഷ്കരിക്കാനും സ്വദേശി സാധനങ്ങൾ പ്രോത്സാഹിപ്പിക്കാനും സ്ഥാപനം വഴി ദേശീയ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കാനും സ്വദേശി നേതാക്കൾ ഇന്ത്യക്കാരോട് അഭ്യർത്ഥിച്ചു. ദേശീയ സ്കൂളുകളുടെയും കോളേജുകളുടെയും അതിനാൽ അത് രാഷ്ട്രീയ മാത്രമല്ല സാമ്പത്തിക പ്രസ്ഥാനവും ആയിരുന്നു. The Swadeshi movement was a great success in Bengal. Even the landlords joined the movement. The women and students took the picketing. Student, refuse your books made of foreign paper. Many leaders were imprisoned and deported like Bal Gangadhar Tilak, Lala Lajpat Roy, Bipin Chandra Pal, and Aravind Ghosh. Many Indian lost their jobs, and students who took part movement were not allowed to enter college and school premise. During the movement, singing Vande Mataram was mean to the sedition. This was the first intent in which use of the indigenous goods were taken an account. അങ്ങനെ എല്ലാ തരത്തിലും ഇന്ത്യയിലെ ഉടനീളം എല്ലാ സ്ഥലങ്ങളിലും ഈ സ്വദേശി മൂവ്മെന്റിന്റെ ഒരു അലയടിക്കുകയും അതില് എല്ലാ ആളുകളും, കുട്ടികളടക്കം വിദ്യാർത്ഥികളടക്കം അത് ഇറങ്ങിച്ചെല്ലുകയും എല്ലാവരും അതിനുള്ള സമരങ്ങളൊക്കെ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതിന്റെ ഫലമായിട്ട് ഒരുപാട് നേതാക്കൾ ജയിലിലടക്കപ്പെട്ടു. ബ്രിട്ടീഷുകാർ ബാലഗംഗാധര തിലക്, ലാലാ ലജ്പത് റോയ്, ബിപിൻ ചന്ദ്രപാൽ, അരവിന്ദ് ഘോഷ്, അങ്ങനെ ഒരു മുൻനിരയിലുള്ള നേതാക്കളെല്ലാം ജയിലിലടക്കപ്പെടുകയും അങ്ങനെ ഇന്ത്യ വിദേശ വസ്ത്രങ്ങളും വിദേശ സാധനങ്ങളൊക്കെ ഉപേക്ഷിക്കുകയും ഇന്ത്യൻ ആയിട്ടുള്ള തനതായിട്ടുള്ള വസ്ത്രങ്ങൾ ഉപയോഗിക്കാനും തുടങ്ങി. പിന്നീട് ഈ സമയത്താണ് വന്ദേമാതരം എന്നൊരു സോങ് ഉടലെടുക്കുന്നത്. വിഭജനത്തിനെതിരെ സ്വദേശി പ്രസ്ഥാനം ആരംഭിക്കുകയും 1905 ഓഗസ്റ്റ് 7 കൊൽക്കത്ത ടൗൺ ഹാളിൽ നടന്ന ഔദ്യോഗിക യോഗത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ലഭിക്കുകയും ചെയ്തു. 1905 കൃഷ്ണകുമാർ മിത്ര ജേർണലിലെ സഞ്ജീവനി ഇത് നിർദ്ദേശിച്ചു. ഈ പ്രസ്ഥാനത്തിൽ സർക്കാർ സേവനം, കോടതികൾ, സ്കൂളുകൾ, കോളേജിൽ, വിദേശ വസ്തുക്കൾ എന്നിവ ബഹിഷ്കരിക്കാനും സ്വദേശി സാധനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും സ്ഥാപനം വഴി ദേശീയ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കാനും സ്വദേശി നേതാക്കൾ ഇന്ത്യക്കാരോട് അഭ്യർത്ഥിക്കുന്നു. ദേശീയ സ്കൂളുകളെയും കോളേജുകളെയും അതിനാൽ അത് രാഷ്ട്രീയ മാത്രമല്ല സാമ്പത്തിക പ്രസ്ഥാനവും ആയിരുന്നു. Conclusion. An important aspect of Swadeshi movement was the emphasis placed on self-reliance or Atma Sakshi. According to Rabindranath Tagore,
several exclusive Indian industrial ventures, Bengal Chemical Swadeshi Store opened by Acharya P.C. Ray, Lakshmi Cotton Mills, Mohini Mills and National Tiny were started. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഇന്ത്യൻ സ്വദേശി നിർമ്മിതമായിട്ടുള്ള ഒരുപാട് പ്രസ്ഥാനങ്ങൾ ഉടലെടുത്തു. ഉപസംഹാരം. സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഒരു പ്രധാന ആകർഷണം സ്വാശ്രയത്തിന്റെയോ ആത്മശക്തിയോ എന്നതിനാൽ നൽകുന്നതാണ്. രവീന്ദ്രനാഥ് ടാഗോർ പറയുന്നതനുസരിച്ച് നിരവധി ഇന്ത്യൻ വ്യവസായ സംരംഭങ്ങൾ ബംഗാൾ കെമിക്കൽ സ്വദേശി സ്റ്റോറുകൾ ആചാര്യ P.C. Ray തുറന്നത്, ലക്ഷ്മി കോട്ടൺ മിൽസ്, മോഹിനി മിൽസ്, നാഷണൽ ടൈനറി എന്നിവ ആരംഭിച്ചു. ആർക്ക് വിന്നേഴ്സ്. മനശ്രീ മിഷൻ അഭിഷേക് ശങ്കർ S.A. കോട്ടയം, എയോൺ സ്റ്റഡി സർക്കിൾ അവന്തിക രാജേഷ് വയനാട്, പേസ് MES ശ്രീജിത T. മലപ്പുറം. Congratulations all of you. A great shaping ethos, shaping minds. Yogah karmasu kaushalam, yogah karmasu kaushalam, yogah karmasu kaushalam. The Indian Administrative Service, IAS, is at the helm of all affairs relating to public policy and administration. Significantly contributing towards nation building. To call it the backbone of any successful government would be an accurate representation. The year 1958 saw the Union Home Minister Pandit Govind Ballabh Pant announced in the Parliament the plans to amalgamate the IAS Training School Delhi and the IAS Staff College in Simla and to establish the National Academy of Administration. Although the decorous institution was unveiled on September 1, 1959 at Metcalfe House, Delhi, it was soon relocated to Mussoorie Charleville Estate. Ever since its inception in 1959, Lal Bahadur Shastri National Academy of Administration, Labasna, shoulders the crucial responsibility of crafting professionals that meet the demands of a fast evolving diverse economy. ও ধরো মিতে ধীর হো করো মিতে বীর হো উন্নত শির নাহি ভয় ভুলিবে ডাবেদ জ্ঞান হব সবে আগুয়ান সাথে আছে ভগবান হবে জয় রাহু ধর্ম. With eyes gleaming with ambition and hearts brimming with passion, a few fortunate candidates, after clearing competitive civil services examination belonging to a plethora of socio-economic backgrounds, sign up to begin a life-altering journey at Labasna. A regular day at the academy begins with physical training, mandatory for all officers on training, to make physical wellness an integral part of their daily routine, as well as instill in them a healthy means of venting out daily stress. As the fresh officer trainees enter the regimental routine of the institute, they are first exposed to a foundation course, a common course for entrance to the All India Services, Indian Foreign Service, Group A services of the Union and the Royal Bhutan Service. Through a well-defined and pedantically designed curriculum,
combining classroom tutelage with outdoor excursions. It aims at providing professional expertise, on-the-job training, and dispenses nurturing and appropriate values such as esprit de corps, amongst others. The Academy, on its part, inculcates among its trainees a common set of values and attitudes, cutting across inputs of different academic disciplines. In a rapidly changing world, technology is the fulcrum of good governance and effective administration. The foundation course is designed to equip the trainees with the latest set of tools of information and communication technology. An important component of this course is an experiential village visit, where the OTs are expected to observe and study the ground-level struggles of rural life by actively interacting with the residents and listening with intent. The foundation course is one of the most memorable periods in the lives of civil service officers. After the successful completion of the foundation course, the IAS officer trainees graduate to Phase 1 training. This phase imparts a rigorous coaching of a wide range of subjects, enabling them to handle the many assignments that they shall be responsible for during the first decade of their service. An integral part of Phase 1 is the Bharat Darshan. A 6-week winter study tour which gives officer trainees an opportunity to experience the diversity of India. They closely observe the functioning of numerous organizations and thus acquire a pan-India perspective of emerging socio-economic and political trends. The OTs are grouped in a team of 18 to 20 members, where each OT traverses nearly 20,000 kilometers across the length and breadth of the subcontinent, learning on the way his or her emerging role and administrative responsibilities in alliance with other services. 4 zonal days are organized, on which the culture and cuisines of the OT's allocated cadres are explored. Adding to the fervor is the Sangam, the inter-services meet, a stimulating endeavor by the IAS trainees and varied other civil services of India. Spanning over 3 to 4 days, Sangam fosters camaraderie. The eventful Phase 1 segues into yet another exhilarating period of district training, which combines learning by seeing and learning by doing, as the officers on training handle independent charges during this period. To consolidate all that is learned so far and share experiences gained, Phase 2 of the training program allows for interactive learning, enabling young participants to articulate the strengths and weaknesses of India's administration and governance and seek robust solutions to the present and future challenges. Formerly, a sense of career that had brought them to the prestigious institution has now become a purpose of their life. This was rightly pointed out by the Honorable Prime Minister Shri Narendra Modi on his visit to the Academy. The Prime Minister enthusiastically interacted with the OTs, stressing on the importance of establishing a strong rapport with people as a key to success, and also compared the civil services to the 4th lion of the Ashoka emblem, which remains invisible, yet asserts its undeniable importance at all the times. What is churned out from these rigorous yet exploratory training years is a brilliant batch of young, diligent, rational and steadfast men and women beginning their career in public service. They take upon themselves to improve the lives of every Indian. Oh
ধরো মিতে ধীর হো করো মিতে ভীর হো উন্নত শির নাহি ভয় ভুলিবে দাবেদ জ্ঞান হব সবে আগুয়ান সাথে আছে ভগবান হবে জয় रहो धर्म में धीर रहो कर्म में वीर रखो उन्नत शीर डरो ना ഏവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ് ഏകദേശം നമുക്ക് അവസാനിച്ചു.